ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിട്ട ആനയാണ് കാടിറങ്ങി വന്ന ആക്രമണം നടത്തിയത്. വീട്ടിലേക്ക് പാഞ്ഞെത്തിയ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ഷിബു ചേരുന്നു. ഷിബു, നിരന്തരമായി വയനാട്ടിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പോൾ വീണ്ടും വന്നത് ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? വയനാട്ടിൽ വീണ്ടും ഉണ്ടായിട്ടുള്ളത്. അതായത് ഇന്നലെ രാത്രി മുതൽ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കുറച്ച് ആഴ്ചകളായി കേരളത്തിന്റെ വനം മേഖലയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തണ്ണീർക്കൊമ്പനെ പിടികൂടി പിന്നീട് തണ്ണീർക്കൊമ്പൻ ചെരിയുകയും ചെയ്ത സാഹചര്യത്തിൽ വാർത്താ സമ്മേളനം നടത്തിയ വനം വകുപ്പ് അധികൃതർ തന്നെ ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാന കൂടി കേരളത്തിന്റെ വനമേഖലയിൽ ഉണ്ട്. ഇത് കർണാടകത്തിൽ നിന്നും വന്ന് മേഖലയിൽ തിരിയുന്ന നാട്ടിലിറങ്ങുന്ന ആനയാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഈ ആനയാണ് ഇന്നലെ രാത്രി കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം നടക്കുന്നതിനിടെ ഇന്ന് പുലർച്ചെ പാൽവെളിച്ചം ചാലിക്കത്ത്, അതായത് കുറുവ ദ്വീപിന് സമീപമുള്ള പ്രദേശമാണിത്. മറുവശം വനമാണ്. അവിടേക്ക് ആന വനത്തിലേക്ക് കയറിപ്പോയി എന്നാണ് വനം വകുപ്പ് അധികൃതർ രാവിലെ അറിയിച്ചിരുന്നത് മാധ്യമങ്ങളെ. പക്ഷേ തൊട്ട് പിന്നാലെയാണ് അവിടെ അജി എന്ന ആളെ വീട്ടിൽ കയറി ആന ആക്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി അദ്ദേഹം മരിച്ചു. ആശുപത്രിയിൽ എത്തിയ ഉടനെ മൃതദേഹം അവിടെ വെച്ച് അജിയെ ആശുപത്രിയിൽ എത്തിച്ച് വനപാലകർ അവിടെ നിന്ന് പോയി എന്നാരോപിച്ച് നാട്ടുകാർ ഇപ്പോൾ ആശുപത്രിക്ക് ചുറ്റും വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. അജിയും കൂട്ടുകാരും ഈ വീടിനടുത്ത് ഉണ്ടായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആന വരുമ്പോൾ 3-4 ആളുകളെ ആ ദൃശ്യങ്ങളിൽ കാണാം. അതിൽ ഒരാളാണ് അജി. അജിയുടെ വീട്ടിൽ പനച്ചിയിൽ അജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പടമല അൽഫോൻസ പള്ളിക്ക് സമീപമുള്ള വീടാണിത്. ഈ വീടിന്റെ അടുത്ത് ആന ഇവരെ ഓടിച്ച് വീട്ടിൽ കയറ്റുകയും വീട്ടിൽ നിന്ന് ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് പരിസരവാസികൾ പറഞ്ഞത്. ഇപ്പോൾ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഹരിത.